അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ക്യാരറ്റിൻ്റെ ഒരു സ്വീറ്റായിട്ടുള്ളൊരു ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ 2 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകിയിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ചെറിയ ഇതിലാണ് നമുക്ക് ഗ്രേറ്റ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ ഗ്രേറ്റ് ചെയ്യേണ്ട, ചെറുതായിട്ടുള്ള അതിൻ്റെ ഗ്രേറ്റ് ചെയ്യണ ഇതിൽ ആണ് നമുക്ക് ഗ്രേറ്റ് ചെയ്യേണ്ടത്. 2 കിലോ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല അടി കട്ടിയുള്ളൊരു ചുവട് കട്ടിയുള്ള നല്ലൊരു പാൻ എടുക്കണം, കട്ടിയുള്ള പാനാവണം. എന്നിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ഇടേണ്ടത്. പക്ഷേ ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തത്, മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പാന് ചൂടായതിൻ്റെ ശേഷം 1 കിലോനാണ് കേട്ടോ 2 ടേബിൾ സ്പൂണ്. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കേണ്ടത്. ഇത് 2 കിലോനാണല്ലോ. അപ്പോൾ നെയ്യ് ഒഴിച്ചതിൻ്റെ ശേഷമാണ് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് 4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നന്നായി ഇളക്കണം. ചുവട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കില്ല, എങ്കിലും കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കുറച്ച് കൂടുതൽ നേരം ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് പാന് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നത്. 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ മിൽമൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 1/2 കിലോനൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്നായി കിട്ടും. ഇത് 2 കിലോനായതുകൊണ്ടാണ് നമുക്ക് ഇളക്കാനും കുറച്ച് പാടായി പോയി. പിന്നെ എന്താ പറയുക, തവി ചൂടായിട്ട് കൈയൊക്കെ ചൂടായി വന്നിരുന്നു. കുറച്ച് കൂടുതൽ നേരം ഇളക്കിയതുകൊണ്ട് പിന്നെ കൈ മാറിയൊക്കെ ഇളക്കുകയാണ് ഉണ്ടായത്. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഡിഷാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഐസ്ക്രീം കൂട്ടി കഴിക്കാം, അതല്ലാതെ ഇത് തന്നെ കഴിക്കാം. അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം നമുക്ക് ഇളക്കി കൊടുക്കണം. വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം. കണ്ടപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു. നല്ല റെഡ് കളർ മാറിയിട്ട് ഒരു ഓറഞ്ച് കളറായിട്ട് വന്നു. ലൈറ്റ് ഓറഞ്ച് കളറായി വന്നില്ലേ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഷുഗർ ഈ കപ്പിനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ 2 കപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ മധുരം ഉണ്ടോ നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ മധുരം ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ 4 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഷുഗർ ഇട്ടത് പിന്നെ വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. അങ്ങനെ ഷുഗർ ഇട്ടതിൻ്റെ ശേഷം പിന്നെ വീണ്ടും ഇതിൽ വെള്ളം വന്നു. ഷുഗറിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെള്ളം വറ്റണ വരെ നമുക്ക് പിന്നെ വീണ്ടും ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്, മിഠായി മെയ്റ്റിൻ്റെ. അത് ഞാൻ ഒരു 1/2 ടിന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഇവിടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നതാണ് ബാലൻസ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഒരു ടിന്ന് ഫുള്ള് പൊട്ടിച്ചിട്ട് അതിൻ്റെ 1/2 ടിന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളവും ഒക്കെ ഇതിൽ പിന്നെ വീണ്ടും വന്നല്ലോ. അങ്ങനെ അത് വറ്റണ വരെ പിന്നെ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ 2 പാക്കറ്റ് പാലും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതിലേക്ക് 4 കപ്പ് ഷുഗർ, 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ്, 2 കപ്പ് പാല്, ഇത്ര ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇത് വറ്റണ വരെ വീണ്ടും ഇളക്കി കൊടുക്കണം. 2 പാക്കറ്റാണ് കേട്ടോ പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പം മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ അവനവൻ്റെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് വറ്റണ വരെ വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി എന്താ പറയുക, അതിങ്ങനെ വേറിട്ട് വരണം. ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് വേറിട്ട് വരണം. ഞാൻ പിന്നെ വീണ്ടും 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 2 പാക്കറ്റാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് പിന്നെ തോന്നി പാലുണ്ടാവില്ല എന്ന്. അങ്ങനെ ടോട്ടൽ 2 പാക്കറ്റ് പാല്, 2 പാക്കറ്റ് പാല്, 4 കപ്പ് ഷുഗർ, 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ്, ഇത്രയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൈ ചൂടായപ്പോൾ പിന്നെ ഇവിടെ വീട്ടിൽ ഉള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. കൈ നന്നായി ചൂടായിപ്പോയി. പിന്നെ ഞാനിവിടെ 2 ടീസ്പൂണ് ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഏലക്ക പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ചുരുങ്ങിയത് ഒരു 1/4 മണിക്കൂർ നേരെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമല്ല, അത്യാവശ്യം സമയം എടുത്തിട്ടാണ് അത് ആയിട്ടുള്ളത്. 1/2 kg ഒക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ മതി. പക്ഷേ ഇത് 2 കിലോനായതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം ഇളക്കി കൊടുത്തു. പിന്നെ ഞാൻ വലിയ ഗ്യാസ് സ്റ്റവ് മുറ്റത്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കുന്നത്. കൈ ചൂടായിട്ട് പിന്നെ തുണി കൂട്ടി പിടിച്ചൊക്കെയാണ് ഇളക്കണത്.
നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. കാരണം ഒരു 1/2 kg ഒക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇത് ഞാനൊരു 50 ആളെ പരിപാടിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കൂടാണ്ട് ഞാൻ വേറെ 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് 2 ഡിഷും കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ. ഇത് 2 കിലോൻ്റെ ഇതും ഉണ്ടാക്കിയിരുന്നു. ക്യാരറ്റ് ഹൽവ എന്ന് പറയാം. അങ്ങനെ അത് 3 കൂടി ആയിട്ടാണ് ഞാൻ അന്ന് 50 പേരുടെ പരിപാടിയായിരുന്നു അതിനുണ്ടാക്കിയത്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കായതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഉണ്ടാക്കിയത്. നമുക്ക് വീട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു 1/2 kg മതി. അപ്പോൾ കണ്ടോ, ഒന്ന് ഇപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇങ്ങനെ വേറിട്ട് പാനിൽ നിന്ന് വിട്ട് നിൽക്കുന്നുണ്ടല്ലോ. പാനിൽ നിന്ന് വിട്ട് നിന്നതിൻ്റെ ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫാക്കി. അതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ഇനി ഒരു വറവ് ഇടുന്നുണ്ട്. 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കാഷ്യും ബദാമുമാണ് കേട്ടോ ഞാനിതിൽ റോസ്റ്റ് ചെയ്തിടുന്നത്. ഇട്ടുകൊടുത്ത് നമ്മുടെ വീട്ടുകാർ ഖദീജ താത്ത ഉണ്ട്, അവരാണ് ഇത് റോസ്റ്റ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതാണ് വീഡിയോ ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. ഒരു കുറേ നാളായിട്ട് നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ആളാണ്. നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഒരു ഗ്ലാസ് ബൗളാണ് അതിലേക്ക് ഞാൻ ഇതിനെ സെറ്റ് ചെയ്യാണ്. നന്നായി എന്താ പറയുക ഇട്ടിട്ട് നല്ലോണം നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. തവി കൊണ്ട് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യുക. ഇതേപോലെ കിസ്മിസും കാഷ്യും നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് കൊടുക്കുക. അത് ഞാൻ പിന്നെ സെർവ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇട്ട് കൊടുത്തത്. പക്ഷേ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണും 1 സ്കൂപ്പ് ഐസ്ക്രീം, വാനില ഐസ്ക്രീം അതും കൂടി കൂട്ടിയിട്ട് നമുക്കിത് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്വീറ്റ് ഡിഷാണ്. നമുക്കിത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളത്. ഞാൻ പിന്നെ ഇതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ.